വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീധനല്ല ഞാൻ ചോദിച്ചത്. ആ ഗുണ്ടോട് പറ, അവൻ്റെ ശ്രീധനല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങളുടെ അവകാശപ്പെട്ടതാ. ഒരേ കട്ടിലെ കിടത്താരെയൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ടിലേ കൊണ്ടുപോയി വോട്ട് ചെയ്തതേ ഇവൻ്റെ കുടുംബം നന്നാക്കാൻ തന്നെയല്ല. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഹൈക്കോടതി ഇടപെട്ടതോടെ മറിയക്കുട്ടി വാർത്തകളിൽ നിറയുകയാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ പിച്ചിച്ചട്ടിയെടുക്കേണ്ടി വന്ന മറിയക്കുട്ടി ചില്ലറ തലവേദനയല്ല പിണറായി സർക്കാരിനുണ്ടാക്കിയത്. ന്യായമായ ആവശ്യമാണ് മറിയക്കുട്ടി ഉന്നയിച്ചത് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുജനം ഉൾപ്പെടെ മറിയക്കുട്ടിയുടെ കൂടെ നിന്നു. ഇപ്പോഴിതാ മറിയക്കുട്ടിയുടെ ഒരു ഓഡിയോ സന്ദേശമാണ് വൈറലാകുന്നത്. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് തന്നെയാണ് വിഷയം. പിണറായിക്ക് സ്ത്രീധനം കൊടുത്തതല്ല താൻ ചോദിക്കുന്നതെന്നും തനിക്ക് അർഹതപ്പെട്ടത് തരണം എന്നാണ് ആവശ്യപ്പെടുന്നതെന്നും മറിയക്കുട്ടി രോക്ഷത്തോടെ പറയുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീധനല്ല ഞാൻ ചോദിച്ചത്. ആ ഗുണ്ടോട് പറ, അവൻ്റെ ശ്രീധനല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങളുടെ അവകാശപ്പെട്ടതാ. ഒരേ കട്ടിലെ കിടത്താരെയൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ടിലേ കൊണ്ടുപോയി വോട്ട് ചെയ്തതേ ഇവൻ്റെ കുടുംബം നന്നാക്കാൻ തന്നെയല്ല. മാത്രമല്ല ഈ CPM-കാരൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ പീഡിപ്പിക്കുന്നവരും അങ്ങനെയുള്ളവർക്ക് ചൂട്ടുപിടിക്കുന്നവനുമാണ് പിണറായിയും കൂട്ടരുമെന്നും മറിയക്കുട്ടി അതിനിശിതമായി വിമർശിക്കുന്നു. ക്ഷേമ പെൻഷൻ നേടിയെടുക്കുന്നതിനായി പല വഴിയിലൂടെയും പ്രതിഷേധിച്ച വ്യക്തിയാണ് മറിയക്കുട്ടി. മറിയക്കുട്ടിയെ സോഷ്യൽ മീഡിയകളിലൂടെ അപഹസിച്ചും വ്യാജ പ്രചാരണം നടത്തിയും തളർത്താൻ ഇടതു സൈബറിടങ്ങൾ ശ്രമിച്ചിരുന്നു. മറിയക്കുട്ടിക്ക് വീടും സ്വത്തുമുണ്ടെന്നും മക്കളൊക്കെ വിദേശത്താണെന്നും ഇവർ പറഞ്ഞു പരത്തി. എന്നാൽ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും ഒക്കെ കയറിയിറങ്ങി താൻ അതിസാധാരണക്കാരിയായ വൃദ്ധയാണെന്ന് മറിയക്കുട്ടി തെളിയിച്ചു. പിന്നാലെ ഇപ്പോഴിതാ വിഷയം ഹൈക്കോടതിയുടെ മുൻപിലെത്തി. മറിയക്കുട്ടിയുടെ ആവശ്യം ന്യായമാണ്. സർക്കാരിന് ദൂർത്ത് നടത്താനും മറ്റാഘോഷങ്ങൾക്കും പണമുണ്ടല്ലോ എന്നും അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ ഇവർക്ക് നൽകിയാൽ എന്താണ് കുഴപ്പമെന്നും ഹൈക്കോടതി പോലും ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. പണമില്ല, കേന്ദ്രം കഴുത്തിനു പിടിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിലപിക്കുമ്പോഴും ഭരണാധികാരികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അടുപ്പക്കാരുടെയും കാര്യങ്ങൾക്ക് ലക്ഷങ്ങൾ പൊടിപൊടിക്കാൻ പണമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ നീന്തൽക്കുളം നവീകരിക്കാനായി 40 ലക്ഷം രൂപയാണ് നൽകിയത്. അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ വകയിലെ 3/4 കോടിയും പ്രതിസന്ധി കാലത്ത് കൈമാറി. മന്ത്രിമാരായ MP രാജേഷും V ശിവൻകുട്ടിയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയ വകയിലുള്ള ലക്ഷങ്ങളുടെ ബില്ലിനുള്ള തുകയും കൈമാറി. ഇടതുപക്ഷ മന്ത്രിമാരാണ് പഞ്ചനക്ഷത്ര ചികിത്സ തേടിയതെന്നോർക്കണം. കേരളീയം പോലുള്ള ആഘോഷങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ചിലവഴിക്കാൻ മടിയില്ലാത്ത സർക്കാർ ക്ഷേമ പെൻഷൻ നൽകാൻ എന്തിന് മടി കാണിക്കുന്നുവെന്ന് ഹൈക്കോടതി തന്നെ ചോദിച്ചു. ക്ഷേമ പെൻഷന് മുൻഗണന നൽകാത്തത് കൊണ്ടാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. തൊഴിലാളി സമൂഹത്തിന്റെ വോട്ട് വാങ്ങി വിജയിച്ചിട്ട് മുതലാളിത്തത്തിന് ചൂട്ടുപിടിക്കുന്ന നിലപാട് ഇടതുപക്ഷത്തിന് ചേർന്നതല്ല. 1600 രൂപയല്ലേ ചോദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ കോടതി സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് പറയരുതെന്നും ആവശ്യപ്പെട്ടു. പണമില്ലാത്തതിന്റെ പേരിൽ ഒരാഘോഷവും മാറ്റിവച്ചിട്ടില്ല. എന്നാൽ സാധാരണക്കാരന് കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. പെൻഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. 1600 രൂപ സർക്കാരിനൊന്നുമല്ലായിരിക്കും. എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണ്. സർക്കാർ മുൻഗണന നിശ്ചയിച്ച് തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതി കാണിക്കുന്ന സാമാന്യ മര്യാദ പോലും മറിയക്കുട്ടിയെപ്പോലുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണാധികാരികൾക്കില്ല എന്നത് കേരളത്തിന്റെ പരിതാപകരമായ അവസ്ഥയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്ന ഒരു സർക്കാരും ഈ രീതിയിൽ പ്രവർത്തിക്കില്ല. പ്രതിഷേധിക്കുന്നവരെ അസഭ്യം പറഞ്ഞും കല്ലെറിഞ്ഞും ഹെൽമെറ്റ് കൊണ്ടടിച്ചും ഭരണകൂടവും CPM-ഉം നടത്തുന്ന ഭീകരത ഇതിനേക്കാൾ വേദനാജനകമാണ്. ഏതോ പ്രാകൃതമായ കാലത്ത് ജീവിക്കുന്ന മനുഷ്യരെ പോലെയാണ് ഇവർ കരിങ്കൊടി പ്രതിഷേധക്കാരെ ആക്രമിക്കുന്നത്. അടിയന്തരാവസ്ഥയും അതിനുമപ്പുറത്തെ ക്രൂരതകളും നേരിട്ടിട്ടുള്ള സഖാക്കൾ എന്തേ നിസ്സാരമായ കരിങ്കൊടിയെയും ഷൂസിനെയും പോലും ഭയക്കുന്നത്? എല്ലാം കൈവിട്ടു പോകുമെന്ന ഭീതി സർക്കാരിനെ വേട്ടയാടുന്നുണ്ട്. അതിൽ നിന്ന് മുക്തി വേണമെങ്കിൽ ജനകീയ മുഖം വീണ്ടെടുക്കണം, അല്ലാതെ കുറുക്കുവഴികളില്ല. അതാണ് നവകേരള സദസ്സെന്നും വിമർശനങ്ങളുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും മറിയക്കുട്ടിയും ക്ഷേമ പെൻഷനും സർക്കാരിന്റെ കണ്ണിലെ കരടാകുന്നത്. 78 വയസ്സു പിന്നിട്ട മറിയക്കുട്ടിയെപ്പോലുള്ള മുതിർന്ന പൗരന്മാർ VIP-കളാണെന്നാണ് കോടതി പറഞ്ഞത്. മറിയക്കുട്ടിയെപ്പോലുള്ള ആയിരങ്ങളാണുള്ളത്. ഒരു മറിയക്കുട്ടി മാത്രമാണ് കോടതിയെ സമീപിച്ചതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ ഭിക്ഷ തെണ്ടൽ സമരം സംസ്ഥാന സർക്കാരിന് നാണക്കേടുണ്ടാക്കിയ ഒന്നായിരുന്നു.